പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്തിറങ്ങിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേകിച്ചും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഓരോ ജനതയും ഉറ്റുനോക്കിയ ആദ്യ ബജറ്റ്, സമ്പൂർണ്ണ ബജറ്റ്, വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വരുമ്പോൾ അവിടെ ഒരു പുതു ചരിത്രം തന്നെ കുറിക്കുമെന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോൾ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ തുറന്ന ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. അതായത് ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബജറ്റ് പ്രസംഗം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടന പത്രികയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് നയപ്രഖ്യാപനത്തിലും അത് ആവർത്തിച്ച് ധവളപത്രത്തിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അക്കമിട്ട് നിരത്തിക്കൊണ്ട് കേരളം വലിയ പ്രതിസന്ധിയിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുൻപൊക്കെ വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിന് നേരെ അടക്കം ചോദ്യങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ വീണ്ടും ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ബജറ്റ് പ്രസംഗം എന്നുള്ളത് കൂടി എടുത്തു പറയണം. അതായത് 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോൾ അവിടെ എന്താണ് കേരളത്തിന്റെ ധനസ്ഥിതി, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് അക്കമിട്ട് പറയുമ്പോൾ ആദ്യപടി അവിടെ എടുത്തു കഴിഞ്ഞു സതീശൻ. അതായത് മുൻപ് 10 വർഷം കേരളം ഭരിച്ച പിണറായി സർക്കാർ കാരണം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിപ്പോയെന്നും അതുകൊണ്ട് തന്നെ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചുകൊണ്ട് എന്താണ് ബജറ്റിൽ പറയാൻ പോകുന്നത് എന്നതിന് തുടക്കമിട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ എന്നുള്ളതാണ്. ഏതായാലും സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വി.ഡി. സതീശൻ ആവർത്തിക്കുക തന്നെയാണ്. അത് ഇനി എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായാലും അതിനെ മാനേജ് ചെയ്യാൻ യു.ഡി.എഫ് സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന് പ്രതിപക്ഷത്തിനടക്കം മറുപടി നൽകിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിയമസഭയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് സതീശൻ വീണ്ടും വിസ്മയങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയണം. വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് സംസ്ഥാനം നേരിടുന്നത്. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുകയാണ്. മുന്നിലുള്ളത് വലിയ ബാധ്യത തന്നെയാണ്. ബജറ്റ് ആരംഭത്തിൽ തന്നെ കിഫ്ബിക്ക് വലിയ വിമർശനമുണ്ടായി എന്നുള്ളത് കൂടി എടുത്തു പറയണം. തുടക്കത്തിൽ തന്നെ കിഫ്ബിക്ക് നേരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നു. മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നോട്ടീസ് വന്നതും CPM അതിന് മറുപടി നൽകി നിരവധി തവണ പ്രതിസന്ധിയിലായതും പ്രതിരോധത്തിലായതും ഒക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ കിഫ്ബി വലിയ വിമർശനം തന്നെ ബജറ്റിൽ കേട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയണം. കിഫ്ബി സാമ്പത്തിക അസന്തുലിതാവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയെന്നും പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം പറഞ്ഞതാണ്. കിഫ്ബിയിൽ കാര്യമായ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന്. ഏതായാലും പദ്ധതി അടങ്കലിൽ ആനുപാതിക കുറവുണ്ടാവും. 35,000 കോടിയുടേതാണ് വാർഷിക പദ്ധതി അടങ്കൽ. കേന്ദ്രവിഹിതം മുൻ ബജറ്റിൽ തെറ്റായി കണക്കാക്കി. എന്നാൽ 20,500 കോടിയുടെ കുറവുണ്ടാകും. പ്രിയദർശിനി പദ്ധതിയെ സംബന്ധിച്ചും ബജറ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശൻ എന്നുള്ളതാണ്. കടുത്ത പ്രതിസന്ധിക്കിടയിലും സൗജന്യ യാത്ര നടപ്പാക്കിയെന്നും ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗജന്യ യാത്രയും ആശാ വർക്കർമാരുടെ ആനുകൂല്യവും എടുത്തു പറഞ്ഞുകൊണ്ട് പോയ നാളുകളിലെ സർക്കാർ ആശാ വർക്കർമാരോട് കാണിച്ച അനീതി, ഒപ്പം സൗജന്യ യാത്രയിലൂടെ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ പ്രിയദർശിനികളായി ചേർത്ത് പിടിച്ചതിനെ കൂടി വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കേരളത്തെ ഒന്നാകെ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പാണ് തുറമുഖ വകുപ്പ്. മിഷൻ സമുദ്ര 5 വർഷത്തിനുള്ളിൽ മാരിടൈം ശക്തിയാക്കും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ മിഷൻ സമുദ്ര കൂടി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ സമുദ്ര മേഖല കേന്ദ്രീകരിച്ച് ബ്ലൂ ഇക്കോണമിയിൽ വലിയ അനന്തമായ സാധ്യതകൾ. നിലവിൽ തന്നെ കേന്ദ്ര സർക്കാർ ബ്ലൂ ഇക്കോണമിക്ക് വലിയ പ്രാധാന്യം നൽകുന്നൊരു സമയമാണ്. ഇതിനിടയിൽ മിഷൻ സമുദ്ര കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ മാരിടൈം ശക്തിയാക്കുമെന്നും കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്. നേരത്തെയും മുഖ്യമന്ത്രി ഇക്കാര്യം പലവട്ടം ആവർത്തിച്ചിരുന്നു. വിമാനത്താവള വികസനത്തിനായി 200 കോടി എന്നുള്ളത് കൂടി എടുത്തു പറയണം. വിമാനത്താവള വികസനത്തിനായി 200 കോടി 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിക്കും വി.ഡി. സതീശൻ സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് കേരളം സെൽ നിക്ഷേപങ്ങൾക്കുള്ള തടസ്സം ഇല്ലാതാക്കുമെന്നും ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ മാറ്റുമെന്നും ഇൻവെസ്റ്റ് കേരളം സെൽ എന്നുള്ള വലിയൊരു സ്വപ്നത്തിലേക്ക് കൂടുതൽ കേരളം അടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ കേരള ലക്ഷ്യത്തിൽ സംസ്ഥാനം എന്തൊക്കെയാണ് കരുതുന്നത് എന്നുള്ള കാര്യം
മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ വി.ഡി. സതീശൻ അടിവരയിട്ട് പറയുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ കൂടുതൽ വിശകലനങ്ങൾക്കായി ഉറ്റുനോക്കുക തന്നെയാണ്. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഏതായാലും സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക വെല്ലുവിളി ഉണ്ട്, കേന്ദ്ര വിഹിതത്തിലും കുറവുണ്ട്. പക്ഷെ കേരളം ഒന്നിനും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിസർച്ച് പാർക്ക്, വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി, ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിന് 200 കോടി, കേരള നോളജ് വാലി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുമെന്നുള്ളതാണ് എടുത്തു പറഞ്ഞ കാര്യം. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മുൻനിരയിലുള്ള വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കും, മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിക്കും, വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സഹായിക്കും. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റം വരുത്തും. പദ്ധതിക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതായത് കേരളത്തിലെ ബ്രെയിൻ ഡ്രെയിൻ വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നു, അതിനൊരു പരിഹാരം വേണമെന്ന് പലപ്പോഴായി മുറവിളി ഉണ്ടായിരുന്നു. ആ വഴിക്കാണ് വി.ഡി. സതീശൻ ഇപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ ബജറ്റിൽ വച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയണം. അതോടൊപ്പം തന്നെ ബഹിരാകാശ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. ഇതിനായി 5 കോടി വകയിരുത്തും. 10,000 MSME ആരംഭിക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലടക്കം വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയെ തന്നെ എടുത്തു പറയണം. വലിയ പ്രതീക്ഷ തന്നെയാണത്.